പൊടി പാറും കളിയാണ്. ലെഗിനുള്ള വർക്കൗട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ദുബായിൽ നിന്ന് ഒരാൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വർക്കൗട്ടുകളാണ് നമ്മളിന്ന് ഫോളോ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മളെ ചാനൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇതേപോലത്തെ രസമില്ലാത്ത പല വീഡിയോസ് എന്ത് ചെയ്യും നമ്മളിത് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ജിമ്മിലെത്തിയിട്ട് കാണാം. ഇവിടെ ക്യാമറ ഉണ്ട്. നല്ല മഴയാണ്. ഒന്നുമില്ലേലും ഡെയിലി പോസിങ് ഇങ്ങനെ നടക്കും. ഒന്നുമില്ല, വരാനുള്ളൂ. ഇങ്ങനെ ഭരതനാട്യം കളിച്ചോണ്ട് കാര്യമില്ല. ജിമ്മിലും ഒന്നുമില്ല, ഒക്കെ വരാനാവുന്നുള്ളൂ. നമ്മളെ ജിം ആദ്യം വാമപ്പാണ്. വാമതിൻ്റെ ശേഷം എന്ത് ചെയ്യാം, ഓരോ കളികളും വീഡിയോ എടുക്കും. ഇത് മസ്റ്റാണ്, മസ്റ്റാണ്. അതാണ് നമ്മളൊരു ഗോള്. മീറുണ്ട് ഇവിടെ. മുത്തായ ട്രെയിനറാണ്. ആർക്കും നീ തോൽക്കാതെ. ആഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ വന്ന് കളിച്ചോളും. ഫുള്ളായിട്ടൊക്ക അതാണ് സമയല്ലേ. അതാണ് സമയം. അല്ല ജിമ്മിൽ രാവിലെ വൈകുന്നേരം സമയമൊന്നുമില്ല. സമയം നോക്കി കളിക്കുമ്പോൾ കളി മുഴുവനാവണില്ല. ഫസ്റ്റ് നമുക്ക് സ്കോട്ടാണ്. ഫസ്റ്റ് 15 30 ഫസ്റ്റ് അത് ബെൽറ്റൊക്കെ ഇട്ടിട്ട് തയ്യാറായി നിൽക്കാം. 15 ഒരു 20 റെപ്പടി. ആശാൻ ഇന്നിടുവോ? ഗൾഫിലെല്ലാം എടുത്തോട്ടല്ലേ ഇവിടെ വന്നപ്പോ തല തിരിഞ്ഞപ്പോഴും അവിടെ ഒന്നും ഇല്ല. അടി അത്ര 25. എനിക്കൊരു 15 റപ്സ് എടുക്കും. എന്നാടി കാഫിന നല്ലോണം പോരട്ടെ, മുന്നേണ്ട പോരട്ടെ. ഗുഡ് നല്ല നീർന്നോട്ടെ. 2 3 4 8 2.5 കിട്ടുമോ നോക്ക്. 60 നോക്ക് ലാസ്റ്റ്. ഏറ്റവും ഹൈയാണ് 120. അത് ഇതാകെ 60 ആയിട്ടുള്ളൂ. ഇപ്പം 65. ട്രൈപോഡ് വേണം, അല്ലാതെ ഇപ്പം വീഡിയോ എടുത്തിരുന്നില്ല. നമുക്ക് കള്ളനാണ്. ഓൻ്റെ വീഡിയോ മാത്രം വലിയ കിട്ടണം. ഓൻ്റെ വീഡിയോ എടുക്കാൻ മടിയാനാണ് പൈസ.
നാളെ നമ്മൾ ട്രൈപ്പോഡായിട്ട് വരുന്നുണ്ട്. ഇന്നധികം വീഡിയോസ് ചിലപ്പം കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് പെടുത്തി തരാത്തതുകൊണ്ടാണ്. ഇതേമാതിരി ഒന്നും ആവണ്ട, കുറച്ചെന്തേലൊക്കെ ബാക്കിലുണ്ട്. കൊല്ലാകൊല ചെയ്യുന്ന ആളാണ്. ലെഗിൻ്റെ വർക്കൗട്ട് ആയിട്ട് അപ്പം വണ്ടി വരും. എന്നിട്ട് മരിച്ചാൽ വർക്കൗട്ട് വരും. വീഡിയോ ലെങ്ത് കൂടുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ ട്രെയിനർ. ഇതൊക്കെ പാടാ ഈ അപരാധങ്ങളൊക്കെ ഉൾക്കൊള്ളണ്ടേ ഒക്കെ നേരത്തെ വീഡിയോയിൽ നിന്നില്ല, അതേപോലെ അവിടെ നിൽക്കണേ, പഠിച്ചിട്ടില്ല. വെയിറ്റ് കയറുണ്ട്. ഇപ്പൊ ഇങ്ങനെ തടി വിടുന്നല്ലേ അടി. എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണോ? നടക്ക വെച്ചാൽ അവിടെ നിൽക്കണ നോക്കെ. അതെ, അജ്മലാണ് ഇപ്പോൾ സപ്പോർട്ടായിട്ട് നമ്മൾ ചെറുക്കന്. ഈസി ഈസി കോ അജ്മല ശരിക്കും സപ്പോർട്ടേ. കഴിഞ്ഞോ? എന്താണ് ഈ സ്കോട്ടിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? ഇജടിക്ക് ഒരു 10 കൂടെ കേട്ടിട്ടാണ് അടിക്കണം ശരിക്ക്. അങ്ങനെയാണ് വേണ്ടത്. ലെഗ് കണ്ടോ, ലെഗത്തെ സാധനം ചൂടായി പൊന്തി തുടങ്ങിട്ടോ, വെന്ത് തുടങ്ങിക്കണോ, തിളച്ച് നിക്കാണ്. അജ്മല് തിളക്കാനിരിക്കാണ്. ഇതാ തിളക്കാൻ നിക്കാണ്. എന്താ സാധനം ഉണ്ട്. ചെയ്യുമ്പോ ഇങ്ങനത്തെ മാല ഒന്നും ഒറ്റ വരാൻ മാറി കൊടുക്കും. ഇതൊക്കെ ഊരിയൊക്കെ അതൊക്കെ മെയിനാകാൻ വേണ്ടിയിട്ടേ. ഇപ്പം നടനാണല്ലോ ജിമ്മത്തെ, അതിന് വേണ്ടിയിട്ട് ഇട്ടേക്ക. ഓ ഭംഗിയിട്ട് പറയാനും പറ്റാ. എന്തായാലും അടിപൊളിയാക്കും. ആംബിയൻസ് കേട്ടോ. നമ്മളെ ജിമ്മ എല്ലാവരും കൂടെ പോരി നോക്കിയാ മങ്ങാടിയാണ്. ചത്തു ഗൈസ്. ആ ഒരു സ്കോട്ട് അടിച്ചപ്പോൾ ഓൻ്റെ കൈ ചത്ത്. ഇതാണ് എൻ്റെ അവസ്ഥ. ഞാൻ പ്രോപ്പറായിട്ട് അടിക്കുന്നതുകൊണ്ടാണ്. മറ്റേ ബാറ്റും വീഡിയോ അടിക്കാൻ പോകുമ്പോൾ ഭയങ്കര ഉഷാറാണ്. സ്കോട്ട് ഞാൻ അടിച്ച് ഇവനെ സപ്പോർട്ട് ചെയ്യണ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞിട്ടാ. വീഡിയോ എടുക്കാൻ ഒരാളില്ലാഞ്ഞിട്ടാ. നോക്ക് എന്താ എങ്ങനെയാണ് ഫുൾ വെയിറ്റ് ഒക്കെ ഇട്ടിട്ടേ കാലിന് കൊല്ലും. മതിയല്ലോ. വരുന്നത് ഹെലികോപ്റ്റർ ഫ്ലൈറ്റ്. ഉള്ളിൽ ഇറങ്ങേ. ആ ഇനി അത് കാലിൽ നമുക്ക് കയറ്റി വെക്കുക. ആ നീ പറഞ്ഞോ. വൺ ഞാൻ നോക്കിയതാണ്. ഇതാണ് ഓട്ട വെയിറ്റ്. 5 കിലോനെ. എന്താ അഭിനയം എന്നിട്ട് അറിയോ? ആ വെയിറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്. ബിസ്മിയൊക്കെ ചൊല്ലുണ്ടേ. ആ ഇനി താവണോ? 2
ചെക്കൻ ഉണ്ട് കേട്ടോ, ചെക്കൻ വെയിറ്റ് ഇടുന്നുണ്ട്. നമ്മളെ പോലെയല്ല, എന്താവുമെന്ന് അറിയില്ല. വെയിറ്റൊക്കെ ഇട്ടിട്ട് അടിച്ചാൽ നിൽക്കണ്. മെയിനാവുകയാണ്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കൂടെ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് അടിക്കട്ടെ, അടിച്ച് കഴിയട്ടെ. പൊക്കുണ്ട്, പൊങ്ങിയിട്ടുണ്ട്. ആ പോട്ടെ. ആ ഇത് കണ്ടോ, വർക്കൗട്ടിന് വന്നിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ. ജ്യൂസ് തട്ടി മറിച്ചു. ഇനിയിപ്പോൾ അത് തുടക്കണം. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ജിമ്മല്ല നടക്കണ ഇവിടെ. ഇതാണ് എന്തിനാ ജിമ്മക്ക് രാവിലെ തന്നെ പോകണമെന്ന് മനസ്സിലായില്ല. ഇവിടെ അടിച്ചു വരിക, തുടക്കുക. ഇതെങ്ങനെ മസിൽ വരിക? ജ്യൂസ് കളഞ്ഞു. നാളെ ഭാവിയുണ്ട്. ആരെങ്കിലൊക്കെ ജോലി ഉണ്ടെങ്കിലേ പറയും. നല്ല സാലറി ആണെങ്കിൽ നോക്കും നമ്മൾ. വിളിച്ചാൽ മതി. അതായത് ചെറിയ മപ്പൊക്കെ എടുത്തുകൊണ്ട് വെയിറ്റ് നോക്കി ആൾക്കാരെ ഇംപ്രസ് ചെയ്യിപ്പിക്കണം. ഒരു ഇംഗ്ലീഷുകാരൻ്റെ വീഡിയോ ഉണ്ടല്ലോ അങ്ങനെ തുടക്കുന്നേ. അതേപോലെ ഇനി അതിന് വെയിറ്റ് ഇട്ടാണ്ട് വരും. അപ്പൊ നമ്മള് വിചാരിക്കും നമ്മളെ തുടക്കാൻ കയറിയതാണ്. അല്ല അതുപോലെ വീണു പെയിൻഫുൾ. ഇറ്റ്സ് പെയിൻഫുൾ. നമ്മളെ മൂന്നാമത്തെ വർക്കൗട്ട് ഇതാണ്. ഗെറ്റ്സ് ടെൻഷൻ. ജിഞ്ചർ ഇതിപ്പോൾ എന്നാലും വർക്കൗട്ട് ചെയ്യുമ്പോൾ രസമാണ് കുടിക്കാൻ. ഇത് ജിഞ്ചർ ക്യാറ്റ് ജിഞ്ചർ ഹണി 30 രൂപ. എൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ഈ ഫുൾ വെയിറ്റ് ഇട്ട് അടിക്കുന്നത്. നമുക്കൊന്ന് നോക്കാമല്ലോ. എൻ്റെ കോൺഫിഡൻസ് പോട്ടെ. നമ്മളെ കേമ വിചാരിച്ച പോലെ ഒന്നല്ല. ഈ മുഖത്താ ഡേഞ്ചറിൻ്റെ ചിഹ്നം വരും. വെയിറ്റ് ഒന്നും നമ്മൾ മാറ്റിയിട്ടില്ല. കണ്ടോളൂ, വെയിറ്റ് മാറ്റിയില്ല. സെയിം വെയിറ്റ് തന്നെയാണ്. ഫുൾ ഇടാൻ വെക്കണ ചേട്ടാ. ഒന്ന് തോറ്റു. അപ്പോൾ ആര് ഇതിലിട്ടേക്കാണ്. എൻ്റെ അടിക്കിട്ട് അടിച്ച് കാണിച്ചു കൊടുക്കും. കുറച്ച് ഇതൊക്കെ ഉള്ളു, ഇത്ര ഉള്ളു. ആ ഇതൊക്കെ എന്ത് 15, 16, 17, 18, 19 സാധനം എന്താ മുഖത്ത് എക്സ്പ്രഷനും ഇതിലും ഉള്ളിലാണ് ഇട്ടുകൊണ്ട് ചക്കൻ. ഇത്ര ഉള്ളൂ. ഇത്ര വലിയ സംഭവമൊന്നുമല്ല. നമ്മളെ കൊണ്ടും പറ്റും. ആ സംഗതി ഞങ്ങൾ ബിഗിനേഴ്സാണ്, പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റും. പറ്റാതില്ല, നമ്മൾ എടുക്കാഞ്ഞിട്ടാ. അടുത്ത വർക്കൗട്ട് ലെഗ് പ്രസ്. ലെഗിനൊക്കെ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനെന്താ പറയുക? ഇതെന്താ പറയുക ഈ ഗ്രിപ്പിന്? റോസ് ഗ്രിപ്പാണ്. റോസ് ഗ്രിപ്പ് എന്നാണ് ദുബായ്ക്കാരൻ പറയണേ. നമുക്കറിയില്ല. ഒരു കൊല്ലമായി, ഞാൻ 2 മാസം ആവണുള്ളൂ. അപ്പോൾ ഞങ്ങൾ ബിഗിനേഴ്സാണ്. എന്തെങ്കിലും വീഡിയോസിൽ കാണിക്കുന്നതിലൊക്കെ തെറ്റുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെ പൊസിഷൻ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ വീഡിയോ കാണിച്ചാൽ ഭയങ്കര ലെങ്ത് ആവും. എക്സ്പ്രഷൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഈസി. ഇവൻ വിചാരിച്ചു പോട്ടെ, അവൻ വെയിറ്റ് ഒക്കെ പൊട്ടിയാണ് പറ്റും. ഞാൻ അടിച്ച് വെയിറ്റ് കുറവ്. അപ്പോൾ
കുറച്ചുകൂടെ അടുപ്പിച്ച് കാല് നേരെ നേരെ കാല് നേരെ വെക്കണം, ശരിയരുത്. ഇല്ലേ വീഡിയോകളിലൊന്നും ചെയ്ത് ഓക്കെ ആ പോട്ടെ. ഫുള്ളിറക്കിയിട്ടടി. ഓക്കെ ഉമ്മൻ തോറ്റു, നമുക്ക് തലയിറങ്ങുണ്ട്, ഒന്നും അടിക്കണില്ല. യു ക്യാൻ വീരാ, വിട്ടിടാതെടാ വീരാ, വിട്ടിടാതാ. അടി എന്നാ അടി. ആ ലെഗ് പ്രസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടത്തണ്ട, അടിപൊളി ചത്ത് കിടക്കേ. അടുത്ത വർക്കൗട്ട് കാഫ്. JCB കളി കളിച്ചാ കളിച്ച് ഒരു കളി കളിച്ച്. ഈ പാമ്പ് പറ്റാ പോയിക്കണു ഗൈസ്. പറ്റേ ഒരു ലെഗ് വർക്കൗട്ട് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ജിമ്മ് രാത്രി ആക്കണം. എന്നാൽ രാത്രി പൊന്തു ആവില്ല, രാത്രി ഫുള്ള് ലീവ് പോയി തരാം. ഏറ്റവും നല്ല രാവിലെ വരിക, കളിച്ച് തീർക്കുക. അതാകുമ്പോൾ രാത്രി എന്തെങ്കിലും പരിപാടിയൊക്കെ ഉള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തീരുക. നമ്മൾ ചെയ്യുന്ന സമയം ഏകദേശം 10 മണി, രാവിലെ 10 മണി കഴിഞ്ഞിട്ടോ. ട്രെയിനർ മാത്രമുണ്ട്, നമ്മളുണ്ട്. ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് കളിച്ചു. നമ്മളെ അത് ലെഗ് വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല സ്ട്രെച്ച് ചെയ്യണം. അല്ലെങ്കിൽ സ്ട്രെച്ചിങ്ങൊക്കെ നമ്മൾ കഴിഞ്ഞു. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുമോ? കുറച്ച് ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രെച്ചിങ് കഴിഞ്ഞാ വെച്ചേ. എന്താണ് പള്ള ബോഡി കണ്ടീഷൻ, ലെഗ് കണ്ടീഷൻ. ഒന്നുമില്ല, ബിഗിനേഴ്സാണ് ഞങ്ങൾ. അപ്പോൾ കളിയാക്കാൻ നിൽക്കണ്ട, കളിയാക്കിച്ചിട്ട് ഏൽക്കില്ല. ഫർസാൽപ്പം തെറ്റിപ്പോകുന്നുള്ളൂ. പക്ഷെ വർഷാവ് ഇപ്പോൾ ബോൾഡ് ആയിക്കണു, കാലിപ്പോൾ ഒന്നുണ്ടേ. ഇങ്ങനെ കാണിച്ചാൽ അറിയില്ല. എന്താ മാഷാ ഇതൊക്കെ വരാനാവണുള്ളൂ. പിന്നെ വെറുതെ അങ്ങനെ പോസ് ചെയ്ത് പഠിക്കാന്നുള്ളൂ. ഇങ്ങനെ എൻ്റെ മാസ്റ്റർ കാട്ടണോണ്ടേ ഇങ്ങനെ കാട്ടാന്നുള്ളൂ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ നല്ല സ്ട്രെച്ച് ചെയ്യാം. അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കോലം കാണണം. അതെ, ആദ്യത്തെ ബോഡി കാണണ്ടേ. ഒരു പള്ളുള്ള വീഡിയോ ഉണ്ടോ ആണെങ്കിൽ ഇതിലുണ്ടാകും. അതും ഇപ്പോഴത്തെ ബോഡി വ്യത്യാസം നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അടുത്തൊരു ജിമ്മിൻ്റെ വീഡിയോ ആയിട്ട് ഇന്ന് ലെഗാണ് കാണിച്ചത്. ഇനി നമുക്ക് ചെസ്റ്റ് ഉണ്ട്, ട്രൈസ് ഉണ്ട്, ബൈസെപ്സ് ഉണ്ട്, അതുപോലെ വേറെ ഉണ്ട്, ഷോൾഡർ ഉണ്ട്. പിന്നെന്തല്ലേ ബാക്കിയൊക്കെ നമ്മൾ കാണിച്ചില്ല, ചെസ്റ്റൊക്കെ എടുത്തില്ല. കാണിച്ചില്ല, ഇത് ഫസ്റ്റ് ബ്ലോഗാണ്. അപ്പോൾ എല്ലാം കിട്ടും. അപ്പോൾ ഒക്കെ വരാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ടവർക്ക്. ബെല്ലൊക്കെ നമ്മൾ അടിച്ച് അമർത്തിട്ടൊക്കെ പോയിക്കോളി. അപ്പോൾ ശരി, ബൈ.